കേരളത്തിൽ പുതിയ കോൺഗ്രസ് സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുന്നതിനിടെ പാർട്ടിയിലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുടെ അതൃപ്തി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വസതിയിലെത്തി നടത്തിയ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിലെ ഭരണകൂടത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നതിൽ നിർണായകരമാകും. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ VD സതീശൻ യുഗം ആരംഭിക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി പരിഹരിക്കുക എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അതീവ ഗൗരവകരമുള്ള വിഷയമാണ്. ഈ ദൗത്യവുമായാണ് കേരളത്തിന്റെ ചുമതല AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രംഗത്തെത്തിയത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കി നിശ്ചയിച്ചതിൽ രമേശ് ചെന്നിത്തല പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ചെന്നിത്തലയെ പോലെ സ്വാധീനമുള്ള ഒരു നേതാവ് ഭരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തി. ദീപാദാസ് മുൻഷിയുടെ സന്ദർശനം ഈ വിള്ളലുകൾ അടയ്ക്കാനുള്ള ഡൽഹിയുടെ നേരിട്ടുള്ള ഇടപെടലായിരുന്നു. മറ്റു നേതാക്കൾ മുഖേന സന്ദേശം അയക്കുന്നതിന് പകരം ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക പ്രതിനിധി തന്നെ വഴുതക്കാട്ടെ വസതിയിലെത്തിയത് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന് നൽകിയ അംഗീകാരമായി കാണാം. ഫോൺ വഴിയുള്ള അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് ദീപാദാസ് മുൻഷി നേരിട്ടെത്തിയത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചെന്നിത്തലയുടെ സേവനങ്ങളെ വിലമതിക്കുന്നുവെന്നും പുതിയ ഭരണ സംവിധാനത്തിൽ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം ഉറപ്പാക്കുമെന്നുള്ള ഉറപ്പ് അവർ കൈമാറി. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകണമെന്ന് ഹൈക്കമാൻഡ് ഉറച്ചു തീരുമാനിച്ചിട്ടുണ്ട്. ഭരണം വിജയകരമാക്കാൻ മുതിർന്ന നേതാക്കളുടെ സജീവ സാന്നിധ്യം അനിവാര്യമാണെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. സതീശൻ ചെന്നിത്തല കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ദീപാദാസ് മുൻഷി എത്തിയത് കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്.